നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മുടെയൊക്കെ സാമ്പത്തിക ഭാവി അല്ലേ, അത് സുരക്ഷിതമാക്കാൻ നമ്മൾ നിക്ഷേപിക്കാറുണ്ട്. പക്ഷേ ആ നിക്ഷേപങ്ങളിലെ റിസ്ക് അല്ലെങ്കിൽ അപകടസാധ്യത, അതിനെ എങ്ങനെയാണ് നമ്മൾ ബുദ്ധിപരമായി നേരിടേണ്ടത്? നമുക്ക് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ഒരുപക്ഷെ ഒരു സേവിങ്സ് അക്കൗണ്ടിലോ ഫിക്സഡ് ഡിപ്പോസിറ്റിലോ ഒക്കെ ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക. കാരണമെന്താ? അത് സേഫാണല്ല. പക്ഷെ ഒരു ചോദ്യമുണ്ട്. ഈ സേഫ്റ്റി നിങ്ങളെ വലിയ വലിയ സ്വപ്നങ്ങൾ, അതായത് ഒരു വീട്, കുട്ടികളെ വിദ്യാഭ്യാസം, നല്ലൊരു റിട്ടയർമെന്റ് ലൈഫ്, ഇതൊക്കെ നേടുന്നതിൽ നിന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഈ സുരക്ഷിതമെന്ന് നമ്മൾ പറയുന്നതിന് പിന്നിൽ ഒരു കെണിയുണ്ട്. അതെന്താണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഈ റിസ്ക് ഫ്രീ എന്ന് പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അത്ര റിസ്ക് ഫ്രീ അല്ലാത്തത്? ശരി, അപ്പോൾ എന്താണ് ഈ റിസ്ക് ഫ്രീ റിട്ടേൺ എന്ന് പറയുന്നത്? പേര് കേൾക്കുമ്പോഴേ അറിയാം അല്ലേ? നിങ്ങളുടെ മുതൽ, അതായത് നിങ്ങൾ നിക്ഷേപിച്ച പണം ഒരു കാരണവശാലും നഷ്ടപ്പെടില്ല എന്ന് ഏതാണ്ട് 100% ഉറപ്പുള്ള നിക്ഷേപങ്ങൾ. ഉദാഹരണത്തിന് നമ്മുടെ ഗവൺമെന്റ് ബോണ്ടുകൾ, ട്രഷറി ബില്ലുകൾ, പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന സേവിങ്സ് അക്കൗണ്ടുകൾ. അപ്പോൾ ഈ സേഫ് നിക്ഷേപങ്ങൾക്ക് ഗുണങ്ങളില്ലാന്നല്ല, തീർച്ചയായും ഉണ്ട്. നമ്മുടെ പണം സേഫായിരിക്കും, എപ്പോ വേണമെങ്കിലും എടുക്കാം, അതുകൊണ്ടൊരു മനസ്സമാധാനമുണ്ട്. പക്ഷെ മറുവശം കൂടി നോക്കണ്ടേ? ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം തുച്ഛമായിരിക്കും. പിന്നെ പണപ്പെരുപ്പം എന്ന് പറയുന്നൊരു വില്ലനുണ്ട്. അത് നമ്മുടെ പണത്തിന്റെ വിലയില്ലാതാക്കും. ടാക്സും കൊടുക്കണം. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ നഷ്ടം എന്താണെന്നറിയോ? നല്ല വരുമാനം തരാൻ സാധ്യതയുള്ള മറ്റവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിക്കേ. ഈ കാണുന്ന ചെറിയ ബാറില്ലേ, അതാണ് നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന പലിശ. ഇനി ആ വലിയ ബാർ കണ്ടോ? അതാണ് പണപ്പെരുപ്പം. സിംപ്ലി പറഞ്ഞാൽ, സാധനങ്ങളുടെ വില കൂടുന്നതിനേക്കാൾ വളരെ പതുക്കെയാണ് നിങ്ങളുടെ പണം വളരുന്നത്. അതായത് ബാങ്കിലിരിക്കുന്ന നിങ്ങളുടെ പണത്തിന് ഇന്നൊരു സാധനം വാങ്ങാൻ പറ്റുമെങ്കിൽ അടുത്ത വർഷം അതേ സാധനം വാങ്ങാൻ ആ പണം മതിയാവില്ല. പണപ്പെരുപ്പം ഒരു നിശബ്ദനായ കള്ളനെപ്പോലെ നമ്മുടെ സമ്പാദ്യത്തിന്റെ മൂല്യം മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ? ഇങ്ങനെ നഷ്ടം വരുന്നുണ്ടെന്നറിഞ്ഞിട്ടും നമ്മൾ എന്തിനാ ഈ സേഫ് ഓപ്ഷനുകളിൽ തന്നെ പിടിച്ചിരിക്കുന്നത്? ഉത്തരം നമ്മുടെ തലയ്ക്കകത്താണ്, നമ്മുടെ തലച്ചോറിൽ. നമുക്ക് അതിന്റെ മനഃശാസ്ത്രം എന്താണെന്ന് നോക്കാം. പ്രധാന കാരണം ഇതാണ്: ലോസ് എവേർഷൻ, അല്ലെങ്കിൽ നഷ്ടത്തോടുള്ള പേടി. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് 100 രൂപ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അതേ 100 രൂപ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിഷമത്തിന്റെ അത്രയും വരില്ല. നഷ്ടത്തിന്റെ വേദന എപ്പോഴും കൂടുതലാണ്. ഈ വേദന ഒഴിവാക്കാൻ വേണ്ടി കിട്ടാൻ സാധ്യതയുള്ള വലിയ ലാഭം പോലും നമ്മൾ വേണ്ടെന്ന് വെക്കും. ഇതാണ് സംഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാത്ത കാര്യങ്ങളെപ്പറ്റി ഒരു പേടിയുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്തോ വലിയ സംഭവമാണെന്നും നമുക്ക് മനസ്സിലാവില്ലെന്നും തോന്നും. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? നമുക്ക് പണ്ടേ പരിചയമുള്ള സേവിങ്സ് അക്കൗണ്ടിലും FDയിലും തന്നെ പൈസയിട്ട് സുമ്മനിരിക്കും. അതാണ് നമുക്കെളുപ്പം. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. അതിനെ ആങ്കറിംഗ് ബയാസ് എന്ന് പറയും. ഉദാഹരണത്തിന്, പണ്ടെപ്പോഴോ 2008 മാർക്കറ്റ് തകർച്ചയെപ്പറ്റി നമ്മൾ കേട്ടു. ആ ഒരൊറ്റ ഓർമ്മ നമ്മുടെ മനസ്സിലങ്ങ് ഉറച്ചുപോകും. പിന്നെ എപ്പോൾ നിക്ഷേപത്തെക്കുറിച്ച് സംസാരിച്ചാലും നമ്മൾ പറയും, ഏയ് മാർക്കറ്റിലൊന്നും ഇടണ്ട, അതെപ്പോൾ വേണേലും തകരും. ആ ഒരൊറ്റ പഴയ അനുഭവം വെച്ച് നമ്മൾ നമ്മുടെ ഭാവിയിലെ എല്ലാ തീരുമാനങ്ങളെയും അളക്കുന്നു. അപ്പോൾ ശരി, ഈ പേടിയും പ്രശ്നങ്ങളുമൊക്കെയുണ്ട്. ഇതിനൊരു പരിഹാരമില്ലേ? തീർച്ചയായുമുണ്ട്. പരിഹാരം എന്ന് പറയുന്നത് പേടിച്ചു മാറി നിൽക്കുന്നതല്ല, മറിച്ച് കുറച്ചുകൂടി സ്മാർട്ടായി കാര്യങ്ങളെ സമീപിക്കുന്നതാണ്. അപകടസാധ്യതകളെ പേടിക്കുന്നതിന് പകരം അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് പഠിക്കാം. ഇതാണ് റിസ്ക് മാനേജ്ഡ് നിക്ഷേപം. ഇതിന്റെ അർത്ഥം കണ്ണടച്ച് റിസ്ക് എടുക്കുക എന്നല്ല കേട്ടോ. ഇതണക്കത്ത് നമ്മൾ എല്ലാ മുട്ടയും ഒരേ കൊട്ടയിൽ വെക്കാത്തതുപോലെയാണ്. നഷ്ടസാധ്യതകൾ മനസ്സിലാക്കി നമ്മുടെ നിക്ഷേപങ്ങളെ പലയിടത്തായി വിഭജിച്ച്, അതായത് ഡൈവേഴ്സിഫൈ ചെയ്ത്, ഒരു ഭാഗത്ത് ചെറിയ നഷ്ടം വന്നാലും മറുഭാഗത്ത് ലാഭം കൊണ്ട് അതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഗെയിമാണിത്. ഇത് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്. ഒരു നിക്ഷേപകന്റെ ടൂൾ കിറ്റ് എന്ന് തന്നെ പറയാം. സ്റ്റോക്കുകൾ, കമ്പനികളുടെ ബോണ്ടുകൾ, റിയൽ എസ്റ്റേറ്റ്, സ്വർണം, എണ്ണ പോലുള്ള കമോഡിറ്റികൾ, പിന്നെ വേറെയും ഒരുപാട് ഓപ്ഷനുകൾ. ഇവയെല്ലാം ശരിയായ അനുപാതത്തിൽ ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ കിട്ടുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ കുറേ തിയറി പറഞ്ഞു. പക്ഷെ ഇതൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണുന്നതല്ല ഏറ്റവും നല്ലത്. നമുക്ക് 2 വ്യത്യസ്ത വഴികൾ തെരഞ്ഞെടുത്ത ചിലരുടെ കഥകൾ കേട്ടുനോക്കാം. അവരുടെ ഭാവി എങ്ങനെയായി എന്നു നോക്കാം. ഇവിടെ 2 പേരുണ്ട്, രാധയും പ്രിയയും.
രാധയ്ക്ക് മാർക്കറ്റിൽ പൈസ ഇടാൻ പേടിയുണ്ടായിരുന്നു. പക്ഷെ അവർ ഒരു അഡ്വൈസറുടെ സഹായത്തോടെ ഒരു ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി ഫണ്ടിൽ എല്ലാ മാസവും കുറച്ച് പൈസ വെച്ച് നിക്ഷേപിക്കാൻ തുടങ്ങി, അതായത് ഒരു SIP. എന്നാൽ പ്രിയയോ ആ പേടി കാരണം പണം മുഴുവൻ ഫിക്സ്ഡ് ഡിപ്പോസിറ്റിൽ തന്നെ വെച്ചു. 15 വർഷം കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്താണെന്ന് നോക്കൂ. രാധയുടെ നിക്ഷേപം ഒരുപാട് വളർന്നു. മകളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ റിട്ടയർമെന്റിനും അത് ധാരാളമായിരുന്നു. എന്നാൽ പ്രിയയ്ക്ക് തന്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടേണ്ടി വന്നു. കണ്ടില്ലേ, ഒരു ചെറിയ തീരുമാനം ജീവിതത്തിൽ എത്ര വലിയ മാറ്റമാണുണ്ടാക്കിയതെന്ന്. നമുക്ക് വേറൊരു കഥ കൂടി നോക്കാം, സുരേഷിന്റെയും ലക്ഷ്മിയുടെയും. സുരേഷും തുടക്കത്തിൽ റിസ്ക് എടുക്കാൻ മടിച്ച ആളാണ്. പക്ഷെ അദ്ദേഹം തന്റെ സമ്പാദ്യത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമെടുത്ത് ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയിൽ ഇട്ടു. ലക്ഷ്മിയാകട്ടെ പഴയ പോലെ FDയിൽ തന്നെ ഉറച്ചുനിന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സുരേഷിന് തന്റെ ജോലിയിൽ നിന്ന് നേരത്തെ വിരമിച്ച് സ്വസ്ഥമായി ജീവിക്കാൻ കഴിഞ്ഞു. ലക്ഷ്മിക്ക് പക്ഷേ റിട്ടയർമെന്റ് നീട്ടിവെക്കേണ്ടി വന്നു. കണ്ടോ, മുഴുവൻ പണവും വേണ്ട, ഒരു ചെറിയ ശതമാനം പോലും സ്മാർട്ടായി നിക്ഷേപിച്ചാൽ എത്ര വലിയ വ്യത്യാസമാണുണ്ടാകുന്നത്. ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ശരി, എനിക്കും തുടങ്ങണം. പക്ഷെ എങ്ങനെ, എവിടെ തുടങ്ങണം? പേടിക്കണ്ട, നമുക്ക് നോക്കാം. നിങ്ങളുടെ ആദ്യത്തെ ചുവടുകൾ അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. അപ്പോ എങ്ങനെ തുടങ്ങാം? ഇതാ ഒരു 5 സിമ്പിൾ സ്റ്റെപ്പുകൾ. 1. സ്വയം പഠിക്കുക, എന്തൊക്കെയാണ് ഓപ്ഷനുകളെന്ന് മനസ്സിലാക്കുക. 2. വലിയ തുകയൊന്നും വേണ്ട, വളരെ ചെറിയൊരു തുക വെച്ച് തുടങ്ങുക. 3. SIP അല്ലെങ്കിൽ STP പോലുള്ള വഴികൾ ഉപയോഗിക്കുക, അത് റിസ്ക് കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും. 4. നിങ്ങളുടെ മുതൽ സുരക്ഷിതമാക്കാനുള്ള വഴികളും പരിഗണിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 5ാമത്തെ കാര്യം, ഈ കാര്യങ്ങളിലൊക്കെ അറിവുള്ള നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസറുമായി സംസാരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഒരു നല്ല അഡ്വൈസറുടെ സഹായം എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനമെന്ന് വെച്ചാൽ, അവർക്ക് നിങ്ങളെ ശരിക്കും സഹായിക്കാൻ പറ്റും. നിങ്ങൾക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റും, അതിനനുസരിച്ചൊരു പ്ലാൻ ഉണ്ടാക്കാൻ, ശരിയായ നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കാൻ, ഇടയ്ക്കിടയ്ക്ക് അത് നിരീക്ഷിച്ചു വേണ്ട മാറ്റങ്ങൾ വരുത്താൻ, ഇതിനെല്ലാം ഒരു പ്രൊഫഷണൽ ഗൈഡൻസ് കിട്ടുന്നത് വലിയൊരു കാര്യമാണ്. എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നിക്ഷേപം തുടങ്ങാൻ ഏറ്റവും നല്ല സമയം ഇന്നലെയായിരുന്നു. പക്ഷെ സാരയില്ല, ആ സമയം പോയി. ഇനി നമുക്കുള്ള ഏറ്റവും നല്ല സമയം ഏതാണെന്നറിയുമോ? അത് ഇപ്പോഴാണ്, ഈ നിമിഷം. അതുകൊണ്ട് ഒട്ടും വൈകരുത്. നോക്കൂ, നിങ്ങളുടെ സാമ്പത്തിക ഭാവി എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ എഴുതുന്നൊരു കഥയാണ്. അതിന്റെ അടുത്ത ചാപ്റ്റർ എന്തായിരിക്കണം? വെറുതെ സുരക്ഷിതം എന്ന കെണിയിൽപ്പെട്ട് ഒരേ പേജിൽ തന്നെ നിൽക്കണോ? അതോ കുറച്ചുകൂടി സ്മാർട്ടായി ചിന്തിച്ച് വളർച്ചയുടെയും സമൃദ്ധിയുടെയും പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കണോ? ആ കഥയുടെ എഴുത്തുകാരൻ നിങ്ങൾ മാത്രമാണ്. തീരുമാനം നിങ്ങളുടേതാണ്.